ഇത് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്. ഈ ലാബാണ്. ഇത് വെച്ചിട്ടുണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടോ ഈ ലാബ്? സാന്നിധ്യം ചെയ്തിട്ടുണ്ടോ? വർക്കിംഗ് ഇല്ല സാർ. സാന്നിധ്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല സാർ, ഇല്ല. ഉള്ള പണിയാണ്. E6. നമ്മുടെ സെയിം ടോപ്പോളജി ആണോ? ഇത്തിരി മാറ്റം ഉണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കണം. ആക്ച്വലി വലിയ ലാബ് ആയതുകൊണ്ട് എവിടെയെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ തന്നെ പണിയാവും. ശ്രദ്ധിക്കണം.
R1, R2, R3, R4, R5, R6, and R7. Connectivity dash Bluetooth. Dash 0 dash 0. Dash Bluetooth. അപ്പൊ നമുക്ക് ഒരു സൈഡിൽ തുടങ്ങാം. R3 നമ്മൾ തുടങ്ങാം അല്ലെ. R3 R2, R2 R1, പിന്നെ R4, പിന്നെ R5, പിന്നെ EIGR ആ ലെവലിൽ പോകും. ആദ്യത്തെ നമ്മുടെ റൗട്ടർ എന്ന് പറയുന്നത് R3. കോൺഫിഗറേഷൻ മോഡിൽ കയറുക. IPv6 Vcast റൗട്ടിംഗ് നോർമലി കൊടുക്കുന്ന പോലെ കൊടുക്കുക. OSPF ആയതുകൊണ്ട് ആദ്യം തന്നെ റൗട്ടർ ഐഡി പറഞ്ഞു കൊടുക്കുക. IPv6 റൗട്ടർ OSPF1 റൗട്ടർ ഐഡി അവിടെ ഉണ്ട്. പ്രത്യേക എഴുതി കാണിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യില്ല, റൗട്ടർ ഐഡി പിക്ക് ചെയ്യില്ല, മാനുവലി പറഞ്ഞു. റൗട്ടർ ഐഡി മാത്രം റൗട്ടർ ആയതുകൊണ്ട് കംപ്ലീറ്റ് 3 ചെയ്ത് കൊടുക്കാം. എക്സിറ്റ്. അപ്പോൾ റൗട്ടർ ഐഡി കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഇന്റർഫേസ് കോൺഫിഗറേഷൻ ചെയ്യാം. ഇന്റർഫേസ് L1 IPv6 ആഡ് അഡ്രസ് ഇന്നത്തെ അതേ അഡ്രസ് തന്നെ കേട്ടോ. 1000 ആഡ് 1 null column 1/64 അല്ലെങ്കിൽ ഐപ്പി ശ്രദ്ധിച്ചേക്കുന്നത്. ഇത് ഇതിനകത്ത് ആഡ് ചെയ്യണം, പ്രോട്ടോകോളിനകത്ത് ആഡ് ചെയ്യണം. അതായത് കമാൻഡ് എന്തായിരുന്നു? IPv6 ഏരിയ വ്യത്യാസമുണ്ട്, 10 ആണ്. ഓക്കെ അല്ലേ? അതിനകത്ത് സീരിയൽ ഇന്റർഫേസ് കൂടി വരുന്നുണ്ട്. S1/2 S1/2 അഡ്രസ് 10 എളുപ്പമാണ് 0 ആഡ് ചെയ്ത് കൊടുക്കുക. ഏത് പ്രോട്ടോകോളിനകത്ത് വരുന്ന നമ്മൾ കൊടുത്തു കൊടുക്കാം. എക്സിറ്റ്.
അങ്ങനെ R3യുടെ കംപ്ലീറ്റ് കോൺഫിഗറേഷൻ കഴിഞ്ഞു. രണ്ട് ഇന്റർഫേസ് ഉണ്ടായിരുന്നു, പ്രോട്ടോകോൾ കൊടുത്തു, റൗട്ടർ ഐഡി കൊടുത്തു, അവിടെ കഴിഞ്ഞു. പിന്നെ നേരെ R2. R2നകത്ത് രണ്ട് ഏരിയ വരുന്നുണ്ട്, ശ്രദ്ധിച്ചു കൊടുക്കണം. R2നകത്ത് ആദ്യമേ നമ്മൾ IP6 യൂണികാസ്റ്റ് റൗട്ടിംഗ് എന്ന് പറഞ്ഞു കൊടുക്കുക. റൗട്ടിംഗ് ഇത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഇന്റർഫേസ് SM/2 interface is 1/2 using data 10 null colon 10 null colon 2/60. റൗട്ടർ ഐഡി കൊടുത്തില്ല, ഓർമ്മിപ്പിക്കുന്നില്ല. ഓക്കെ, സോറി. basic router OSPF1 router ID second basic +2 SPF1 അതൊരു ലൂപ്പ് ബാക്ക് കൂടി വരുന്നുണ്ട്. interface null colon. അതും 10 തന്നെയാണ്. ഓക്കെ, ഇനി രണ്ടെണ്ണം വരുന്നത് P0 കാത്ത്. null colon. Exit this. This is 1. Here 20. Here 0. അതിനകത്തുള്ള 4 ഇന്റർഫേസ് നമ്മൾ പറഞ്ഞു കൊടുത്തു. നമുക്ക് അടുത്ത റൗട്ടർ R1. ഒരു സേഫ്റ്റി നമ്മുടെ കംപ്ലീറ്റ് ഏരിയ 0. P6 unicast routing. എന്നോട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. IP6 router OSPF1 router ready 1 and third exit interface. Then start ചെയ്യാം S1/0 E null colon 2 E null colon 64. Then P6 OSPF1 then photo exit.
ഇന്റർഫേസ് അതിൽ കംപ്ലീറ്റ് സീരിയൽ മാത്രം. 0 കഴിഞ്ഞു പിന്നെ /1 സ്പേസ് S1/1. ഒന്ന് IP 13 ആണ് column 1. column 1 it download to connection /2 interface S1/2 IP address 50 50 level 50 അങ്ങനെ ആ റൗട്ടിനകത്തുള്ള 3 ഇന്റർഫേസ് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ R4 മേലോട്ട് പോകുന്ന കണക്ഷൻ. അതിനകത്ത് 4 ഇന്റർഫേസ് വരുന്നുണ്ട്. ഇന്റർഫേസ് ഏരിയ 0 രണ്ടെണ്ണം ഏരിയ 20 Unicast routing and IP6 router OSPF1 router ID exit is L1 is L1 for null column 1 for null column 1/64. Then IP6 OSPF1 is area exit is S/1 13 null column. Left side കഴിഞ്ഞു right side ലോട്ട് space S1/ space S1 null column. Area empty. Exit. This final column 1. അങ്ങനെ R4 കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് R5. Is five. Is yes. 1/2. Column 2. Dash E6 1 area at X L1
column 1. അങ്ങനെ 40 കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ R6 പോവാം. ചേർക്കണം. പ്രശ്നം വരുന്ന P6 gas routing. അറിയാം. Phase router F1 ready. Phase gas 2. APC voice skill. ഒരു മിനിറ്റ്. യെസ്. അപ്പോൾ ഇവിടെ എത്തി നമ്മൾ റൗട്ടർ R6-നകത്ത് /2 ചെയ്തു. ലൂപ്പ് ബാക്ക് ചെയ്തിട്ടില്ലല്ലോ. L1 7 null column. Correctly. Okay. ADC. Exit. IP6 router EHRP router ID R6. Exit. Phase
1/t null column 1. T null column 1/ IP6 EHRP offset replace view എന്തോ പറ്റണോ? OSPF നോ ഷോട്ട് കൊടുത്തിട്ടത് കൊടുത്തിട്ടില്ലേ? ഏതിനാ കൊടുക്കാത്ത? ആണ് താഴേക്ക് വരുന്ന ഇല്ലാക്ക് 8 null column. 8 നാല് ഇന്റർഫേസും കോൺഫിഗർ ചെയ്ത് വിചാരിക്കുന്നു. ഫൈനൽ ഇന്റർഫേസ് R7. ഓടി കയറുക. IP6 unicast routing. IP6 router HRP100 router ID 7.7. Fine. Face S1/3 S1/3 null column 2 null column -6. HVC HRP face L1 യെസ്. അപ്പോൾ എല്ലാ റൗട്ടേഴ്സിന്റെയും ഇനീഷ്യലും റൗട്ടിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് R6-നകത്ത് കയറിയിട്ട് എന്ത് ചെയ്യണം? ഒരു റീഡിസ്ട്രിബ്യൂഷൻ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ IP6 outer OSPF1 redistribute HRP100 include connected distribute Expedia IP6 router EHRP IP router EHRP100 redistribute OSPF1 metric 4,000 1,500 include connected redistribute connected. Anyway, അപ്പൊ നമുക്ക് R7-നകത്ത് ഇരുന്നുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ ലൂപ്പ് ബാക്ക് നമുക്ക് കിട്ടും. ടു ഷോ IP6 റൂട്ട് നോക്കാം. ആ 1 null column 1 മുതൽ എല്ലാ ലൂപ്പ് ബാക്കും വന്നിട്ടില്ല ചെക്ക് ചെയ്ത് നോക്കാം. 1 null column 1 ping 1000 add 1 null column 1 null column 1. സക്സസ് ആണ്. ഈ 1 null column ഇവിടെ ഇരിക്കുന്നത് R3-യുടെ എഡ്ജിൽ കിടക്കുന്ന നെറ്റ്വർക്ക് ആണ്, കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ R5-ന്റെ എഡ്ജിൽ കിടക്കുന്നത് 6 ആണ്. അതിലോട്ടൊന്ന് പിങ് ചെയ്ത് നോക്കാം. 6 null column 1.
എവറിത്തിങ് ഫൈൻ. റീഡിസ്ട്രിബ്യൂഷൻ സക്സസ് ആണ്, എല്ലാ അപ്ഡേറ്റുകളും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ R3 കയറിയിട്ടൊന്ന് ഷോ IP6 റൂട്ട് അടിച്ച് നോക്കാം. R3 ഷോ IP6 ഇവിടെ OE എന്ന് കാണിക്കുന്നില്ല, എവിടുന്ന് വരുന്നതാണ്? EHRP നിന്ന് വരുന്നതാണ്. OSPF എക്സ്റ്റേണൽ പറഞ്ഞ എന്താണ്? EHRP നിന്ന് വരുന്നതാണ്. അപ്പൊ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഏരിയനെ നമ്മൾ എന്താക്കാൻ വേണ്ടി പോവാണ്? സ്റ്റബ് ഏരിയക്ക് മാറ്റാൻ പോവാണ്. സ്റ്റബ് ഏരിയക്ക് മാറ്റി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? EHRPയുടെ അപ്ഡേഷൻസോ ലൊക്കേഷൻസ് കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും നമ്മുടെ ടേബിളിനകത്ത് കാണില്ല. എന്ന് വെച്ചാൽ ഈ കാണുന്ന ടോപ്പോളജിക്കകത്ത് OE എന്ന് പറയുന്നത് എന്തായിരിക്കും? കാണില്ല, നമ്മൾ സ്റ്റബ് ഏരിയക്ക് മാറ്റി കഴിഞ്ഞാൽ. ഓക്കെ, പക്ഷെ നമുക്ക് അങ്ങോട്ടെല്ലാം എന്ത് കിട്ടും? ബോർഡർ റൗട്ടിന്റെ സഹായത്തോടുകൂടി നമുക്ക് അങ്ങോട്ടെല്ലാം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. നമ്മുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം നമ്മുടെ ടേബിളിനകത്ത് വന്നിരിക്കുന്ന എൻട്രീസിന്റെ എണ്ണം കുറയ്ക്കാൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏരിയ 10 സ്റ്റബ് എന്ന് വെച്ചാൽ, സ്റ്റബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് വരുന്ന പ്രോട്ടോകോൾ വേണ്ട, പക്ഷെ എന്റെ മറ്റുള്ള ഏരിയാസിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ ഇതേപോലെ കാണണം. എന്തുമാത്രം പോയാൽ മതി? ഇവിടുന്ന് EHRP മാത്രം പോയാൽ മതി. അതേപോലെ നമ്മൾ R5 പോയി ചെക്ക് ചെയ്യാം. R5 പറയുന്ന എഡ്ജ് റൗട്ടിനകത്ത് കയറാം. ടു ഷോ IP6. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് EHRP വേണ്ട, എന്റെ മറ്റുള്ള ഏരിയാസും വേണ്ട. മറ്റുള്ള ഏരിയാസ് മീൻസ് ഏരിയ 0 നിന്നും വരുന്നതും വേണ്ട, ഏരിയ 10 നിന്നും വരുന്നതും വേണ്ട. അപ്പൊ നമുക്ക് എന്തായിരിക്കും? ടേബിളിനകത്ത് ഒന്നും ഉണ്ടാവില്ല. ആകെ ഒരു ഡീഫോൾട്ട് റൂട്ട് മാത്രമായിരിക്കും ഇങ്ങോട്ടുണ്ടാവുക. R4 പറയുന്ന റൗട്ട് ഉണ്ടാവുക. ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ അല്ലേ? ഈ രണ്ട് കമാൻഡ് അടിച്ചു നോക്കാനാണ് കംപ്ലീറ്റ് ലാബ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സ്റ്റബ് ഏരിയ എത്തിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. R എഡ്ജിൽ കിടക്കുന്ന റൗട്ട് R3 അല്ലേ? R3. അതിനുവേണ്ടി ചെയ്യുന്ന കമാൻഡ് എന്തായിരുന്നു? IP6 OSPF1 ഏരിയ 10 സ്റ്റബ്. ഇതേപോലെ അതിന്റെ മറുവശത്തുള്ള R2 പറയുന്ന റൗട്ടിനകത്ത് കയറിയിട്ട് കൊടുക്കണം. ആ ഏരിയക്കകത്ത് എത്ര റൗട്ട് വരുന്നുണ്ടോ അതിനകത്ത് എല്ലാം കൊടുക്കണം. അപ്പൊ നമ്മുടെ ടോപ്പോളജി പ്രകാരം IP6 റൗട്ടർ OSPF1 ഏരിയ 10 സ്റ്റബ്. ഇനി നമ്മൾ R3 പോയിട്ട് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ OE മാത്രം ഉണ്ടാവില്ല, ബാക്കി എല്ലാവരും ഉണ്ടാവും. നോക്കാം. OE അവിടുന്ന് പോയി കണ്ടോ? OE ഇല്ല, പക്ഷെ നമുക്ക് അങ്ങോട്ട് എന്ത് കിട്ടും? നമുക്ക് എല്ലാ പോയിന്റും കിട്ടും. നമ്മളൊന്ന് പിങ് ചെയ്തിട്ടില്ലേ? ഈ പോയിട്ട് ഈ ചർച്ച അത് കിടക്കുന്ന 9 നൽകോളം 9 നൽകോളം. നമ്മുടെ ടേബിളിൽ ആ എൻട്രി ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്താണ്? എൻട്രീസിന്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത്. അപ്പൊ അതിനേക്കാളും വീക്ക് ആയിട്ടുള്ള ഏരിയയാണ് ഏരിയ 20 എന്ന് പറയുന്നത്. അപ്പൊ ഏരിയ 20 വരുന്ന ആ എഡ്ജ് ഡിവൈസ് തീരെ വീക്കാണ്. അപ്പൊ നമുക്ക് എന്താണ്? അവിടെ ഒരു എൻട്രിയും വേണ്ട, എന്റെ മറ്റുള്ള ഏരിയാസും വേണ്ട, വെളിയിൽ നിന്ന് വരുന്ന പ്രോട്ടോകോളും വേണ്ട. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് അവിടെ ടോട്ടലി സ്റ്റബ് ഏരിയ. അപ്പൊ വേറെ എൻട്രീസ് ഒന്നും ഉണ്ടാവില്ല അവിടെ. നമ്മൾ അവിടുത്തെ റൗട്ടിനകത്ത് കയറുന്നു. IP6 റൗട്ടർ OSPF1 ഏരിയ 20 ആണ്. സ്റ്റബ് നോ ഹൈഫൻ സമ്മർ. ഹൈഫൻ സമ്മർ. അതിന്റെ ഓപ്പോസിറ്റ് റൗട്ടർ R4 അത് കയറിയിട്ട് ഇതേപോലെ എന്ത് ചെയ്യാം? കമാൻഡ് പറഞ്ഞു കൊടുക്കുക. IP6 റൗട്ടർ ഏരിയ 20 സ്റ്റബ് നോ ഹൈഫൻ സമ്മർ. ടോട്ടൽ സ്റ്റബ് ഏരിയ മാറിക്കഴിഞ്ഞു. ഇനി നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടേബിളിനകത്ത് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ സ്വന്തം ഏരിയക്കുള്ള ഇൻഫർമേഷൻ മാത്രം ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും കാണാൻ സാധിക്കില്ല. ഷോ IP6 സ്വന്തം ഏരിയക്കകത്ത് വരുന്ന മാത്രമേ ഉള്ളൂ. OI എന്ന് പറഞ്ഞിട്ടോ OE എന്ന് പറഞ്ഞിട്ടോ ഒന്നും തന്നെ നമ്മുടെ ടേബിളിനകത്ത് ഒന്നുമില്ല.
നമുക്ക് അങ്ങോട്ടെല്ലാം എന്ത് കിട്ടും? കമ്മ്യൂണിക്കേഷൻ കിട്ടുകയും ചെയ്യും. 6 9 എന്ന് പറയുന്നത് അവിടെ കിടക്കുന്ന EAGRP-കകത്ത് എഡ്ജി കിടക്കുന്നതാണ്. അങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇനി ആർക്കിന്റെ ലൂപ്പ് ബാക്ക് 1 നൾക്കോളം 1ലോട്ടും കൂടി പിങ് ചെയ്ത് നോക്കാം. നമ്മുടെ ടേബിളിനകത്ത് ഇല്ലെങ്കിൽ പോലും നമ്മുടെ നൈബറിന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. IP4 യൂസ് ചെയ്യണമെങ്കിലും IPv6 യൂസ് ചെയ്യണമെങ്കിലും ഒരു കാര്യം ഓർമ്മിക്കുക, നിങ്ങളുടെ റൗട്ടർ തീരെ വീക്കാന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്നും വരുന്ന പ്രോട്ടോകോളെ മാത്രം നിങ്ങൾക്ക് ഡിനേ ചെയ്താൽ മതി. ഡിനേ അല്ല, എൻട്രി വേണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റബ് യൂസ് ചെയ്യുക. വളരെ വീക്ക് ആയിട്ടുള്ള റൗട്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ടോട്ടലി സ്റ്റബ് യൂസ് ചെയ്യുക. ടോട്ടൽ സ്റ്റബ് യൂസ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താണ്? വെളിയിൽ നിന്ന് വരുന്ന പ്രോട്ടോകോളിന് അപ്ഡേറ്റുകളും ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ഏരിയസിനകത്തുള്ള അപ്ഡേറ്റുകൾ നമ്മുടെ ടേബിളിനകത്ത് ഉണ്ടാവില്ല. റിസൾട്ട് ആയിട്ട് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ? R5 R3 പറഞ്ഞ പ്രകാരം ഒരു പ്രോപ്പർട്ടി ബിൽഡ് ചെയ്തു. അതിന്റെ റിസൾട്ട് നമ്മൾ വെരിഫൈ ചെയ്തു. ക്ലിയർ അല്ലേ? Yes, sir. അടുത്ത നമ്മൾ റൗട്ടിംഗ് ടേബിൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റബ് ചെയ്തേക്കണേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് അന്നെന്തോ ക്ലാസ്സിൽ പറഞ്ഞില്ല. ഒരു ഡീഫോൾട്ട് റൂട്ട് അവിടെ വന്ന് കിടക്കുന്നുണ്ടോ? എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ R3 ഒരു അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് /0 എന്ന് പറഞ്ഞ മീനിങ് എന്താ? ഡീഫോൾട്ട് സിന്റാക്സ് അല്ലേ? /2 എന്ത് സംഭവിച്ചിട്ടുണ്ട്? അവിടെ ഒരു ഡീഫോൾട്ട് റൂട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആരെന്ത് ചോദിച്ചു വന്നാലും നമ്മുടെ കയ്യിൽ ഇല്ലാത്ത അപ്ഡേറ്റുകൾ ചോദിച്ചു വന്നാൽ നമ്മൾ റൗട്ടർ അങ്ങോട്ട് ഫോർവേഡ് ചെയ്തത് നേരെ നെക്സ്റ്റ് ഹോപ്പ് IP-ലോട്ട്. ക്ലിയർ? കണ്ടോ? അവിടെ യൂസ് ചെയ്തിരിക്കുന്ന IP കണ്ടോ? നമ്മൾ കൊടുത്ത IP അല്ല, ഇന്റേണലി ബിൽഡ് ചെയ്തിരിക്കുന്ന IP-ലാണ് കൊടുത്തിരിക്കുന്നത്. മയ നമ്മൾ പറഞ്ഞത് ഇന്റേണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് അവിടെ ലിങ്ക് ലോക്ക് അഡ്രസ് യൂസ് എന്ന് പറയുന്നത്. ഇന്റേണൽ പർപ്പസിന്റെ വാല്യൂ ആണ് കാണിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും SO/2 IP ആണെന്ന്. ക്ലിയർ അല്ലേ? അതിപ്പോ സ്റ്റബ് ഏരിയ ആണെങ്കിലും ടോട്ടലി സ്റ്റബ് ഏരിയ ആണെങ്കിലും റിസൾട്ട് എല്ലാം തന്നെ സെയിം. നോക്കാം. ഇതിന് മേലെയും കണ്ടോ ഒരു ഡീഫോൾട്ട് ക്രിയേറ്റ് ആയിരിക്കുന്നു. R5-നകത്താണ് ടോട്ടലി സ്റ്റെപ്പ് ചെയ്തവിടെ. ക്ലിയർ? ഈ ലാബ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അത് വേറെ ഒന്നുമല്ല. IP6 ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 2-3 മെത്തേഡ്സ് നമുക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് മെത്തേഡാണ് ഡുവൽ സ്റ്റാക്ക് എന്ന് പറയുന്നത്. അതാണ് ഡുവൽ സ്റ്റാക്ക്. ഈ ഒരു ഇന്റർഫേസിനകത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? IP4 അഡ്രസ്സും IP6 അഡ്രസ്സും വ്യത്യാസം വേറെ ഒന്നുമില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണുന്നില്ലേ? ജസ്റ്റ് നമ്മൾ ലൂപ്പ് ബാക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ലൂപ്പ് ബാക്കിനകത്ത് തന്നെ IP4 അഡ്രസ്സും IP6 അഡ്രസ്സും ഒരേ സമയത്ത് നമുക്ക് കൊടുക്കാം. അല്ലാതെ വേറെ പ്രത്യേകതകളും വരുന്നില്ല. അത് രണ്ട് ടേബിൾ ആയിട്ട് തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. IP4-ന് വേണ്ടിയിട്ട് ഒരു ടേബിൾ ഉണ്ടാവും, IP6-ന് വേണ്ടി ഒരു ടേബിൾ ഉണ്ടാവും. രണ്ട് ടേബിൾ ആയിട്ടാണ് വർക്ക് ചെയ്യുക. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ വിളിക്കുന്ന പേരാണ് ഡുവൽ സ്റ്റാക്ക് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ഡുവൽ. വലിയ സംഭവമല്ല. നിങ്ങൾ അതിന്റെ കംപ്ലീറ്റ് കോൺഫിഗറേഷൻ ഞാൻ റൈറ്റ് സൈഡിൽ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ചെയ്ത് നോക്കേണ്ടത് അടുത്തതാണ്. നോട്ട് ചെയ്തെങ്കിൽ അടുത്ത പേജ്. സർ ഒന്നും കൂടെ ഒന്ന്. ഓക്കെ. തോന്നുന്നില്ല. അടുത്ത ദിവസം എടുത്താൽ പോരെ? സർ സ്വിച്ചിങ് തുടങ്ങിയോ?
സ്വിച്ചിങ് നാളെ. നാളെ. ഉം. അത് നിങ്ങള് ഇരിക്കുന്നവരിരുന്നോട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഈ ടൈം ഫ്രീ അല്ലേ. ഇപ്പൊ മൺഡേ ടു തേഴ്സ്ഡേ പറയുന്ന സമയത്ത് പെട്ടെന്ന് തീർന്നു സ്വിച്ചിങ്. അപ്പൊ നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് തീർന്നിട്ട് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ജസ്റ്റ് പറയാ. അപ്പൊ ഞാനത് സെയിം ലിങ്ക് തന്നെ, നമ്മുടെ ക്ലാസ്സിന്റെ സെയിം ലിങ്ക് തന്നെ. സെയിം ഓക്കെ. ലിങ്ക് കേട്ടോ. മിഥുനിരിക്കുന്നുണ്ടായാലും ഞാൻ സാർ മെസ്സേജ് അയക്കാം സാർ. ഇരുന്നതല്ലേ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ആ ആ അപ്പൊ നാളെ സ്വിച്ചിങ്ങിനകത്ത് വെച്ച് കാണാം. ഓക്കെ. See you.